അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ചരിത്രത്തിന്റെ ഉടമസ്ഥനാണ് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഖുറൈശികളിൽപ്പെട്ടയാളാണ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത കൊടുത്ത മഹാനാണ് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു. സുമരിളാ അൻ അബി ബക്കറിൻ വ അൻ ഉമരി വ അൻ അലിയും വ അൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വ അബി. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം കിട്ടുമെന്ന് പറഞ്ഞ മഹാനാണ്. അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി മരിക്കണമെന്ന് കൊതിയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ തന്റെ കൈകൊണ്ട് താങ്ങി എടുത്തുകൊണ്ട് വന്ന പാറപ്പുറത്തിരുത്തി. ആ പാറപ്പുറത്തിന് ഇന്നും സുഗന്ധമാണ്, ആ പാറപ്പുറത്തിന് ഇന്നും മധുരമാണ്. ആ പാറ എത്ര വർഷം കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന പാറ വല്ലാത്ത സുഗന്ധമുള്ള പാറയാണ്. അവിടെയൊക്കെ പോയി കാണാനും അത് ആസ്വദിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. ഉംറയ്ക്കൊക്കെ പോകുമ്പോ, ഹജ്ജിനൊക്കെ പോകുമ്പോ സിയാറത്തിന് വേണ്ടിയിട്ട് കുറെ ദിവസങ്ങൾ ഉണ്ടാവും. ആ ദിവസങ്ങളിൽ പോകുമ്പോ അമീർമാര് പറയും അത്ര വലിയ ഗുഹയാണ്, അതിന്റെ മുകളിലൊന്നും കയറാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മൾ തളർന്നു മാറരുത്, പരമാവധി പറ്റുന്ന സ്ഥലത്തൊക്കെ പോകണം. ഉംറ സാഹിബ് പോയിട്ടില്ലേ? ഉംറയ്ക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. ഇനി പോകുമ്പോ ഇങ്ങനെ ചോദിക്കണം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ വീട്, അതുപോലെ തന്നെ പിന്നെ എന്താണ് ഓരോരോ അടയാളങ്ങൾ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരുന്ന ഉഹദ് പർവ്വതത്തിന്റെ ഒരു ഭാഗം. ഇപ്പൊ ഈ ഭാഗത്തേക്ക് പോലീസ് ആളുകളെ കടത്തി വിടൂല. അവിടെ പിന്നെ നിരോധിത മേഖലയാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങോട്ടൊന്നും ആളെ വിടൂല. കാരണം നമുക്കിതൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കുറേ മലയാളികൾ പോയിട്ട് എന്ത് ചെയ്യും, ഈ ഉഹദ് മലയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലത്തൊക്കെ പോയി ഇരിക്കുകയും അവിടുത്തെ ആ സുഗന്ധം ആസ്വദിക്കുക ചെയ്തിട്ടുണ്ട്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവാണ് ശത്രുക്കളിൽ നിന്ന് പ്രവാചകനെ രണ്ട് കൈയിലേക്ക് ഇങ്ങനെ താങ്ങിയെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവന്നിട്ട് ഉഹദ് മലയുടെ ഭാഗത്ത് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ തുൽഹത്തുൽ ഖൈർ എന്ന് വിളിച്ചിട്ടുണ്ട്, തുൽഹത്തുൽ ഫയ്യാദ് എന്ന് വിളിച്ചിട്ടുണ്ട്, തുൽഹത്തുൽ ജൂദ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഓരോ യുദ്ധത്തിലും മുത്ത് റസൂല് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ ഓരോ പേരിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് ഷഹീദാവണം അല്ലാഹ് എന്ന് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന് ആഗ്രഹമുണ്ടായിരുന്നു. അവസാനം ജമൽ യുദ്ധത്തിൽ വെച്ച് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഷഹീദായ അബൂ തുൽഹയുടെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറടക്കി. 30 വർഷം കഴിഞ്ഞു. അല്ലാഹ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയിട്ട് 30 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കി കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ടാണ് സ്വപ്നം കാണുന്നത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ വന്ന് പറഞ്ഞു കൊടുത്തരെന്തെന്നറിയുമോ? അബൂ തുൽഹ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് ഈ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ഖബറിന്റെ ഭാഗത്ത് വെള്ളം വന്നിരിക്കുകയാണ്, എന്നെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വെള്ളം വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഖബറിന്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. എന്റെ മയ്യത്ത് ഖബറിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് എന്റെ പഴയ വീടിന്റെ ഭാഗത്ത് കൊണ്ടുപോയി എന്നെ അടക്കണം എന്ന് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ വിവരം കൊടുക്കുകയാണ്. എന്തോ ഒരു അത്ഭുതമാണ് സഹോദരങ്ങളെ. 30 വർഷം കഴിഞ്ഞ ഖബറാണ്. അടക്കം കഴിഞ്ഞു 30 വർഷത്തിന് ശേഷമാണ് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു വന്ന് പറയുന്നു കൂട്ടുകാരനോട്, 30 വർഷത്തിന് മുമ്പ് അടക്കം ചെയ്ത അബൂ തുൽഹ വന്ന് പറയുകയാണ്, വെള്ളം കെട്ടി നിന്നിട്ട് എന്റെ ഖബറിന്റെ അകത്തേക്ക് വെള്ളം ഇറങ്ങുകയാണ്, അതുകൊണ്ട് എന്റെ മയ്യത്തൊന്ന് ഇവിടെ നിന്ന് എടുക്കുമോ?
അവിടുന്ന് എന്റെ മയ്യത്തെടുത്തിട്ട് എന്റെ വീടിന്റെ ഭാഗത്തൊരു ഖബർ വെട്ടിയിട്ട് അവിടെ കൊണ്ടുവന്നടക്കുമോ എന്ന് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ 3 പ്രാവശ്യം ചേർത്തുകൊണ്ട് ആ സ്വപ്നം കണ്ടപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആ സ്വഹാബി പോയി കാര്യം പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നമുക്ക് പോകാം, ആ ഖബർ വെട്ടാനായി നമുക്ക് അങ്ങോട്ട് പോകാം. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ വീടിന്റെ മുമ്പിൽ ഖബർ വെട്ടുകയാണ്. അടക്കിയിരിക്കുന്ന 30 വർഷം പഴക്കമുള്ള ഖബറിന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട സ്വഹാബികളെല്ലാവരും ചൊല്ലുകയാണ്, അല്ലാ അല്ലാ. ഓരോ സഹാബികളുടെയും കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകയാണ്. പടച്ചവനെ, ഈ ഖബറിന്റെ അകത്ത് ഇപ്പൊ എന്തായിരിക്കുമല്ലോ, ഈ ഖബറിന്റെ അകത്ത് അവസ്ഥ എന്തായിരിക്കുമല്ലോ. സാധാരണ ഖബറിന്റെ അവസ്ഥ എന്താണ്? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. എത്ര ചന്തമുള്ള ശരീരമാണെങ്കിലും കൊണ്ടുവെക്കുമ്പോ 3-ാമത്തെ ദിവസം കണ്ണ് കുടിയിലേക്ക് വീണുപോകും. അടിവാട്ടിലെ പെങ്ങള് എത്ര കന്മശെഴുതിയാല്, എത്ര കാർക്കൂന്തൽ വൃത്തിയാക്കിയാല്, എത്ര കാമക്കണ്ണ് മുഖത്തിരിക്കി വെച്ചാല്, അല്ലാഹുവേ, പുഴുക്കൾ വന്ന് തിന്നുന്ന ശരീരമാണ്, മാംസം മണ്ണിനോട് ചേർന്നു പോകുന്ന ശരീരമാണ്. 30 വർഷം കഴിഞ്ഞ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ വെട്ടുകയാണ്. ആ മയ്യത്ത് അവിടെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടടക്കാൻ പോവുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖബറിന്റെ മുകളിലെ മണ്ണ് മാറ്റുകയാണ്, ഖബറിന്റെ മുകളിലെ കല്ല് മാറ്റുകയാണ്, ഖബറിന്റെ മുകളിലെ തടിക്കഷണം അങ്ങോട്ട് മാറ്റുമ്പോ ആ പ്രദേശം മുഴുവനും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുഗന്ധം പരന്നൊഴുകയാണ്. ജനങ്ങളൊക്കെ ഓടിക്കൂടുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ തുൽഹ എന്ന എന്റെ പ്രിയ കൂട്ടുകാരന്റെ മയ്യത്ത് ആ ഖബറിന്റെ അകത്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 30 വർഷം കഴിഞ്ഞ മയ്യത്ത് ഞങ്ങൾ പുറത്തെടുക്കുകയാണ്. എന്തോ ഒരു സുഗന്ധമാണ്, എന്തോ ഒരു വാസനയാണ്. അൽഹംദുലില്ലാഹ്.